ഹായ് ഗൈസ്, അപ്പോൾ ഇന്നത്തെ മൈക്കൊന്നും ഇല്ലാത്തതിനാൽ ഇന്നത്തെ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഗൈസ്. അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് അമ്മൂമ്മയ്ക്ക് പറയാൻ അറിയാത്തതുകൊണ്ടാണ് ഞാൻ പറയുന്നത്. ഇന്ന് നമ്മൾ സോയാബീൻസിൻ്റെ ഒരു റെസിപ്പിയാണ് ചെയ്യാൻ പോകുന്നത്. ഞാനല്ല, അമ്മൂമ്മയാണ് ചെയ്യാൻ പോകുന്നത്. അമ്മൂമ്മയ്ക്ക് അറിയില്ല, അപ്പോൾ അതുകൊണ്ടാട്ടോ ഞാൻ പറയുന്നത്. പിന്നെ ഇത്ര ദിവസം കാണാതിരുന്നത് ഞങ്ങൾക്ക് പനിയായിരുന്നു, പിന്നെ വീട്ടിൽ കുറച്ച് പേര് വന്നു, അതുകൊണ്ട് എവിടെയും പോകുന്നില്ല. അപ്പോൾ ഞാൻ വിചാരിച്ചു ഇന്നൊരു വീഡിയോ എടുത്തിട്ടാണ്. ഇത് സ്കൂൾ ഓർക്കുന്നതിൻ്റെ തലേ ദിവസമാണ് ഗൈസ്. അപ്പോൾ സ്കൂൾ തുറന്ന് കഴിഞ്ഞിട്ടായിരിക്കും ഈ വീഡിയോ ഇടുന്നത്. അപ്പോൾ എന്നാലും എല്ലാവർക്കും ഒന്നും കൂടെ കൺഗ്രാജുലേഷൻസ്. അപ്പോൾ ഒച്ചയില്ല കേട്ടോ, കാരണം എനിക്ക് പനിയാണ്, കൂടുതൽ ഒച്ച വയ്ക്കാൻ പറ്റുന്നില്ല. മൈക്കൊന്നുമില്ല കേട്ടോ, മൈക്ക് ചെറുതായിട്ട് കംപ്ലൈൻറ്റ് പറ്റി, നമ്മളൊക്കെ മാറ്റിയെടുക്കണം. അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോകാം. 2 കിഴങ്ങ് 2 സോയാബീൻ, മപ്പ്, വെളുത്തുള്ളി, മുളക്, തക്കാളി, കുരുമുളക് പൊടി, പെരിഞ്ജീരകം, ഗരം മസാല, മസാലപ്പൊടി, സവാള ഇട്ട് ഒരുമാതിരി വാടിക്കഴിഞ്ഞ് ഒരു നുള്ളിപ്പ്, ഒരുമാതിരി വാടണം. ഞാനൊന്നും അറിയില്ല, അതുകൊണ്ട് കഴിക്കും. ഇഞ്ചി, വെളുത്തുള്ളി, പച്ചമുളക്, പിരിയ മുളക് പൊടി 2 സ്പൂൺ അല്ലേ അമ്മ? അരം കൂടി ഇടാം. ഗൈസ്, ചെറുതായിട്ട് കരണ്ട് പോയിരിക്കുകയാണ്, അതുകൊണ്ട് വെട്ടക്കുറവുണ്ട്, ക്ഷമിക്കണം. ഇത്തിരി മഞ്ഞപ്പൊടി, പിന്നെ എരിവുള്ള മുളക് പൊടി, ഇനി കിഴങ്ങിട്ട് ഇളക്കാം. കരണ്ട് പോയിരിക്കുകയാണ്, അതുകൊണ്ട് ഇത്തിരി വെട്ടക്കുറവുണ്ട് ഗൈസ്. ഇനി അടുത്ത തക്കാളി ഇടാം. ചുറ്റും കരണ്ട് പോയിരിക്കുവാണ്. അതൊന്നും പറയില്ല. ഇനി നമുക്ക് മല്ലിപ്പൊടി ഇടാം. മല്ലിപ്പൊടി 2 സ്പൂണാട്ടോ ഇട്ടത്. മല്ലിപ്പൊടി ഇട്ട് ഇനി കുരുമുളക് പൊടി 1 സ്പൂൺ ഇടാം. ഇനി ഗരം മസാല ഒരു 2 സ്പൂൺ ഇടാം. കുരുമുളക് പൊടി 1 സ്പൂണും കൂടി ഇടാം കേട്ടോ. കുരുമുളക് പൊടി നമ്മൾ ഒരു ഇത്തിരിയും കൂടെ ഇട്ട് ഗൈസ്. വേണമെങ്കിൽ ഇത്തിരിയും കൂടെ നിങ്ങൾക്ക് ഇടാം. ഇനി നമുക്ക് സോയാബീൻസ് ഇടാം. ഇനി നമുക്ക് 1 കപ്പ് വെള്ളം ഒഴിക്കാം. 2 കപ്പ് വെള്ളം കൂടെ ഒഴിക്കാം. കിഴങ്ങൊന്ന് വേകുന്ന വരെ നമുക്ക് വെയിറ്റ് ചെയ്യാം ഗൈസ്. കിഴങ്ങൊന്ന് വേകുന്ന വരെ വെയിറ്റ് ചെയ്യാം. വെള്ളം ഒഴിച്ച് 2 കപ്പ്. ഇനി നമുക്ക് നല്ലപോലെ മിക്സ് ചെയ്യാത്. വേഗത്തെ കഷ്ണം നല്ലപോലെ വെന്ത് വരണം. ഇനി അത് വെന്ത് വരണം. നമ്മളൊരു ഇത്തിരിയും കൂടെ ഉപ്പിടുവാണ്. പാകത്തിന് നോക്കിയിട്ട് ഇനി നമുക്കിത് അടച്ചു വെക്കാം. കിഴങ്ങിത്തിരി വേകണം. ഉപ്പിട്ടിട്ടൊന്ന് ഇളക്കണം ഗൈസ്.
കൂട്ടി വെക്കണം. എന്നിട്ട് ഇനി വേഗണം. നമ്മളിതിൽ മല്ലിയില ഇട്ടിട്ടുണ്ട്. എന്നിട്ടൊന്ന് മിക്സ് ചെയ്താ ചപ്പാത്തിക്ക്